ഹായ് ഹലോ, നമുക്കിന്ന് ആങ്കിൽ റവയുടെ ഒരു ഹൽവ ഉണ്ടാക്കി നോക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അരക്കപ്പ് റവ ഞാൻ എടുത്തേക്കുന്നത്. അരക്കപ്പ് റവയ്ക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്, ഒരു ഏലക്കായ, ഒരു ഗ്ലാസ് പാൽ, 2 ടീസ്പൂൺ നെയ്യ് നമുക്കാണെങ്കിൽ പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കാം. അതിനകത്ത് ആ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുക. ഏലക്ക ചതച്ചിട്ട് വേണം ഇടാൻ. ചതച്ചിട്ടതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂക്കുമ്പോഴത്തേനും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് നമുക്കിത് പോരാം. കാരണം ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് ഇത് റവയുടേത് കേസരി നിറയ്ക്കുന്നത്. അതിന് ആ ഒരു ഏലക്ക നമ്മളിതിനകത്ത് തന്നെ ഇട്ടേക്കണം, പാനിലേക്ക് തന്നെ ഇട്ടേക്കണം. റവയെല്ലാം നമ്മൾ വറക്കുന്ന നേരത്തെല്ലാം ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന റവ ചേർക്കാം. അരക്കപ്പ് റവയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അത് നല്ലതായിട്ട് കണ്ടോ ആ നെയ്ക്കകത്ത് മുങ്ങുന്ന രീതിയിലായിട്ടുണ്ട്. അത്രയും അതുകൊണ്ട് കറക്റ്റായിരുന്നു നെയ്യിൻ്റെ അളവ്. നമുക്ക് പിന്നെ ഇതിനകത്തോട്ട് പഞ്ചസാരയും കൂടെ എന്നുവെച്ചാൽ കാൽ കപ്പ് അളവിലാണ് ഞാൻ പഞ്ചസാര എടുത്തേക്കുന്നത്. ധാരാളമായിരിക്കും, അതൊക്കെ നിറയെ കാണും. അങ്ങനെ നമുക്കതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ. ആ പഞ്ചസാരയൊക്കെ ഇതിനകത്ത് കാരമൽസായി റവയ്ക്കകത്തോട്ട് ചേർന്ന് നല്ലൊരു മണമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. ഞാൻ ഒരൊറ്റ പാൻ മാത്രം എടുത്തേക്കുന്നത്, വേറൊരു പാത്രങ്ങളും എടുത്തിട്ടില്ല. ആ ഒരു ചീനച്ചട്ടിക്കകത്ത് മാത്രമാണ് നമ്മൾ ആ നെയ്യ് യൂസ് ചെയ്ത് അതിനകത്ത് ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 5-6 പാത്രങ്ങളെടുത്ത് ഇപ്പം നട്ട്സ് വറുക്കാൻ ഒരു പാത്രം, റവ വറുക്കാൻ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ഒറ്റ പാത്രത്തിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ അടുക്കള നിറച്ച് പാത്രങ്ങളാകും. ഇതിപ്പോൾ നമുക്കാണെങ്കിൽ റവ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു മണം കിട്ടിക്കോളും. റവ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അത് നെയ്ക്കകത്ത് കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. അതെന്ന് വെച്ചാൽ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ, മൊത്തത്തിൽ ഒഴിക്കുകയും ചെയ്യരുത്. എന്നുവെച്ചാൽ ആദ്യം കുറച്ച് കാരണം ഈ നമ്മളെന്ത് വെള്ളമായി കഴിഞ്ഞാലും പാലായി കഴിഞ്ഞാലും റവയിലിട്ട് ഒഴിക്കുന്നത് അബ്സോർബ് ചെയ്തെടുക്കും. നല്ല വിഷഭക്ഷണം കുറച്ച് കണ്ടോ, അതിൻ്റെ ഒരു 4% പാലേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അത് ആദ്യമായതുകൊണ്ട് അത്രയും ചേർക്കുന്നത്. പിന്നെ കുറേശ്ശെ ചേർക്കാവുള്ളൂ. അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കൈ തെറിച്ച് വീഴാൻ നോക്കണം. റവയാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി കൈ വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ നല്ലതായിട്ട് സൂക്ഷിച്ച് ചെയ്ത് കൊടുത്ത് കുറേശ്ശെ ഇതിനെ ചേർത്തുകൊണ്ടിരിക്കണം. ഇത്രേൻ്റെ ആവശ്യമില്ല, ഈ ഒരു ഗ്ലാസ് പാലിൻ്റെ ആവശ്യമില്ല. ഞാനത് എടുത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ പതുക്കെ ചേർത്ത് കൊടുത്തായിരുന്നു, കുറച്ചേ എനിക്കധികം വന്നുള്ളൂ. അത് ഞാൻ ഇച്ചിരി അധികമായിട്ട് ചേർത്തത്, എന്തായാലും ചേർക്കുമല്ലോ എന്ന് വിചാരിച്ച്. ടേസ്റ്റ് എന്തായാലും കുറവല്ലേ വരുന്നത്, കൂടുതലേ വരത്തുള്ളൂ. അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ 1/2 ഗ്ലാസ് പാലേ ഉള്ളെങ്കിൽ 1/2 ഗ്ലാസ് പാലിന് ഈ ഒരു ഇത് മതി, ധാരാളമാണ്. 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് പാലിനും പോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടെ പാലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. അത്രയും വ്യത്യാസമൊക്കെ എടുത്തുണ്ട്. ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഓക്കെ, ഇതിനകത്ത് ചീനച്ചട്ടിയിലൊന്നും പിടിക്കത്തേ ഇല്ല. ഇതിനകത്തൊന്നും പിടിക്കാതെ ഇങ്ങനെ വിണ്ട് വരും നമുക്കിങ്ങനെ. ഇത് നല്ലതായിട്ട് ക്ലീനായിട്ട് ചീനച്ചട്ടിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്നത് നട്ട്സ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. പകുതിയേ ചേർക്കാവുള്ളൂ, പകുതി നമുക്ക് അതിനകത്ത് തന്നെ പാത്രത്തിൽ വെക്കാവുന്നതാണ്. പകുതി ചേർത്ത് കൊടുത്ത് ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി ഇച്ചിരി കൂടെ പാലും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ സംഭവം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റായിരിക്കും, മധുരമെല്ലാം കറക്റ്റായിരിക്കും. ഇത് നല്ല ഈ ടെക്സ്ചർ വരണം. നമുക്ക് അധികം അങ്ങ് വഴറ്റിയെടുക്കാതെ നമുക്ക് ഈ ഒരു പരുവത്തിന് വേണം കോരി പാത്രത്തിലേക്ക് മാറ്റാൻ. കാരണം അതിനകത്ത് നിന്നിട്ട് നമുക്ക് സെറ്റാവേണ്ടത്. ലാസ്റ്റ് ഒരു ശകലം ഒന്ന് കട്ടിയായപ്പോഴത്തേനും ഞാനൊന്ന് ഇച്ചിരി ഒന്ന് ലൂസാകാൻ വേണ്ടി ശകലം പാലാണ് ഒഴിച്ചത്. കാരണം ഈ ഒരു ലൂസ് വേണം നമുക്ക് ബൗളിലേക്ക് മാറ്റാൻ കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത് ഇരുന്ന് തണുക്കുമ്പോഴത്തേനെ ആ ഒരു സുഖം കിട്ടത്തില്ല, ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. നമുക്ക് ഈ ഒരു പരുവത്തിന് മാറ്റാം, ബൗളിലേക്ക് മാറ്റി എടുക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, അഭിപ്രായങ്ങളൊക്കെ പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.